15 പേര് നിന്നെ യൂസ് ചെയ്തു, എന്നാൽ പിന്നെ ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ച് പൈസ ഇട്ട് വന്ന ആളുണ്ട്. അച്ഛനമ്മളും പറയാനില്ല. ആരോട് പറയും? കഞ്ചാവ് അടിച്ചിറങ്ങുന്ന അച്ഛനോടോ? എന്തിന് ഈ പ്രായത്തിൽ ഞാനത് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് എൻ്റെ അമ്മ. നമ്മുടെ നാട്ടിൽ ഏത് പെൺകുട്ടിക്കാണ് സേഫ്റ്റി ഉള്ളത്? സ്വന്തക്കാരായിരുന്നു, ബന്ധുക്കാരായിരുന്നു, ഏതാണ് സ്വന്തം ബന്ധം? ഞാൻ എവിടെയാണ് നീതി ചോദിച്ചു അല്ലേ? പോലീസ് സ്റ്റേഷനിലോ? നിങ്ങൾ എൻ്റെ ദേഹത്തോട്ടിട്ട് ഇവിടെയൊക്കെ പിടിച്ചോ, ഇപ്പോഴും ഇവിടെയൊക്കെ വേദനയുണ്ടോ, വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്തയ്ക്ക് ഉറക്കാത്ത തന്നോട് ചോദിക്കാനുള്ള ഇപ്പോഴത്തെ ചോദ്യം, തൻ്റെ പേരക്കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ താൻ തൻ്റെ പേരക്കുട്ടിയോട് താൻ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യണേ. എന്നെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കും ചേട്ടന്മാരാ. ചെറ്റയാണ് എന്നെ ചവിട്ടിക്കുട്ടിയെ. എന്നെ മനസ്സിലാക്കാൻ ഒരു വ്യക്തി ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം. എൻ്റെ കൂടപ്പുറപ്പം എന്നെ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അറിയണത് അന്ന് 3:30 അവൻ ആക്സിഡൻ്റായി, ആൾ മരിച്ചു. ലൈഫിൽ കരയുന്ന ഒരു മൂമെൻ്റ് അത് മാത്രം. ഞാൻ വന്നപ്പോൾ കൊമ്പൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം അമ്മയോട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 9ാം ക്ലാസ്സിലെ ഒരാൾ ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ്. എനിക്ക് മറ്റുള്ള കുർത്തക്കെട്ട് കാണിക്കുമ്പോൾ, ഇത്തിരി സ്മാർട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ മോളെന്താ അത് ഞാൻ പറഞ്ഞ ക്ലാസ് 9ാം ക്ലാസ്സാ. ചേച്ചിയുടെ ഹെഡ് മിസ്സസ് മുട്ടുപടക്കി നിർത്തിയത് 9ലാണ്, ഇത് 9ആണ്. അല്ല അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കും. ചില സമയത്ത് എൻ്റെ മോള് കുറച്ച് ഓവർ പക്വതയായതാണോ? കാരണം ഒരു കുഞ്ഞിനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കും മൂക്കള് കയറ്റാനോ, മറ്റുള്ള പെൺകുട്ടികൾക്ക് അറപ്പളോ ഒന്നും അവൾക്ക് അറപ്പില്ല. ഒരു മണ്ണിൽ കുഴി കെട്ടി ചെടി നടാനോ, ഒരു ചെടി ഇപ്പം അവിടെ അവക്കാട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അവളുടെ ഹോബി. ഒരു എന്തിൻ്റെ കുരു കിട്ടിയാലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് യൂട്യൂബിൽ നോക്കി ആ ചെടിനെ എങ്ങനെ മുളപ്പിക്കാം എന്നൊക്കെയാണ്. പട്ടിനെ കൊടുത്താലും പൂച്ച കൊടുത്താലും അതിൻ്റെ പുറകെ പോകും. അപ്പോൾ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, അവൾക്ക് ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഓണം എങ്ങനെ പോകുന്നു? സ്കൂളിലൊക്കെ ഓണം പരിപാടി കഴിഞ്ഞോ? സ്കൂളിൽ എങ്ങനെയാ പഠിക്കാനൊക്കെ? മതിയെന്നെ, അത്യാവശ്യം മതി, ടോപ്പൊന്നും ആവണ്ട. ഞങ്ങളൊക്കെ തല്ലുപൊള്ളികളായിരുന്നു. ഇതതുമല്ല, തല്ലുപൊള്ളിയല്ല ടീച്ചർ, എന്താ പറയാ, ഇപ്പൊ ചേച്ചി ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാ. ഒരു മാർക്ക് കൂടുതൽ മേടിച്ചാൽ നമ്മൾ കട്ടെടുത്തതാണെന്നാണ് വിചാരം. പക്ഷെ അതൊക്കെ ചേച്ചി പറയുമ്പോൾ കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനുള്ള ഇതൊന്നും ഇവർക്ക് രണ്ടിനും കൊപ്പിടിക്കാനുള്ള അറിവ് പോലും ഇല്ല. എനിക്കില്ല. എനിക്ക് കൊപ്പിടിക്കാൻ ഞാൻ പരമാവധി കൂട്ടുകാരൊക്കെ ഒപ്പം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനെന്തിട്ട് കൊപ്പിടിക്കും എന്നുള്ള, അതായത് ഒന്നും മനസ്സിലാവില്ലടി എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഞാൻ അവിടെ നിന്ന് ചോദിക്കും, എങ്ങനെയാ കൊപ്പിടിക്കുക? ഞാൻ കൊപ്പിടിച്ചിട്ടില്ല. മോളെ, ഞാൻ അത് ചോദിക്കാൻ വന്ന, ഇപ്പം ഓണം വരുമ്പോൾ കുഞ്ഞിൻ്റെ മെമ്മറിയിലുള്ള ഓണം എന്താ ഉള്ളത്? ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് മനസ്സിൽ വരുന്നത് എന്താ? അമ്മ ഡ്രസ്സ് എടുത്ത് തരുമെന്നാണോ, അതോ എവിടെയെങ്കിലൊക്കെ പോവാന്നാണോ? വെറുതെ അമ്മയുടെ കൂടെ ഇരിക്കുക, അതാണ് ഓണം അല്ലേ? ഈ അവധികളെല്ലാം അങ്ങനെയാണ്, അമ്മയുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല ഓണം ഉണ്ടായിട്ടില്ല. നല്ല ഓണം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുന്നേ. നമ്മള് അതിനുവേണ്ടിയാണ് ഓടിയത്. അവർക്കുള്ളതെല്ലാം എത്തണം, അവരാഘോഷിക്കണം. ഇപ്പോൾ അവർക്കുള്ള ഓണക്കോടി എടുത്ത പോലെ എല്ലാ കാര്യങ്ങളും ഒരു ഓണത്തിലങ്ങോട്ട് പോകണം, ഒരു ഒഴുക്കിലങ്ങോട്ട് പോകണം. എന്താ പറയുക, ഇപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി. എൻ്റെ മക്കളെ കൊണ്ടുപോകരുതെന്നായിരിക്കും, പക്ഷേ ഞാൻ കൊണ്ടുപോകും. കാരണം അവർക്ക് ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർക്ക് കുറച്ച് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഓട്ടത്തിലാണ് അതോടും. അതെ ചേച്ചി, അവർക്ക് ഓർത്ത് വെക്കാൻ നല്ല കഥകൾ വേണം, നല്ല മെമ്മറീസ് വേണം. അത് ഇത്രയും നാളുണ്ടായിട്ടില്ല. അവരുടെ ഓണമെല്ലാം തല്ലും ഇടിയും ബഹളവും പ്രശ്നവും ഒക്കെ. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ അവർ കണ്ടേക്കണേ. അവരെപ്പോഴും അപ്പുറപ്പുറമൊന്നും അമ്മ കരയണ്ട. എല്ലാ ഓണത്തിലും ആഘോഷങ്ങളെക്കാട്ടും കൂടുതൽ അമ്മ കരയണ്ട എന്നുള്ള വാക്കല്ലാണ്ട് എൻ്റെ മക്കളുടെ വായിന്ന് ഒരാഘോഷത്തിന് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കറുകപ്പള്ളിയിലെ മർഹബ മദനി ഒക്കെ ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾ ബിരിയാണി കഴിക്കും. അതെൻ്റെ ആശ്വാസമാണ്. കാരണം അതൊരു സമാധാനമാണ് എനിക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു ആഘോഷമില്ലെങ്കിലും
എനിക്ക് പോകാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എന്നെ അംഗീകരിക്കുന്ന കുറേ പേര് ജനങ്ങളുണ്ട്, തീർച്ചയായും ചേച്ചി. കുറേ ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്കിതാണ് ഇഷ്ടം. അവർക്ക് ഞാൻ എവിടെ ചെന്നാലും ശരി, എനിക്ക് ബിരിയാണി തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വന്ന സ്ഥലം മർഹബയാണ്. അവിടുത്തെ ബിരിയാണിൻ്റെ സ്പെഷ്യലൊന്നുമല്ല, അല്ലെങ്കിൽ എല്ലാവരും പറയും ഇത്രയും വലിയ സംഭവമാണോ. അവിടെ കുറേ സ്നേഹവും കൂടിയുണ്ട്. മദനി ചിക്കനിൽ ഞാൻ എൻ്റെ പ്രായത്തെ കടഞ്ഞതാണ്, പക്ഷെ ഞാൻ ഇക്കാന്ന് വിളിക്കാം. അത് അയാളുടെ ചേട്ടനെ വിളിക്കണ വിളിയാനാണ് ഇങ്ങനെ വിളിക്കുക. പക്ഷെ അത് എന്നെക്കാളും പ്രായമുള്ളെങ്കിലും എനിക്ക് ആ ഒരു മര്യാദയാണ് ഞാൻ കാണിക്കുന്നത്. ഇക്ക എന്നുള്ള വാക്കിനൊരു മര്യാദ, സ്നേഹമാണ്. കാരണം പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരിക്കലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം, നോമ്പുറൊക്കെ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് അത് കിട്ടും. ഇപ്പോൾ എല്ലാവരും ബെസ്റ്റ് അടിപൊളി ബിരിയാണി അടിപൊളിക്കുക ഇന്ന സ്ഥലത്ത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അടിപൊളിയൊന്നുമല്ല, മർഹബയാണ് അടിപൊളി. എന്നിട്ട് അവരെ കൊണ്ടിട്ട് അവിടെ വന്നിട്ട് എനിക്കുള്ള ഓഫറിനൊക്കെ എനിക്കാണെന്ന് പറഞ്ഞോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ അകത്ത് എക്സ്ട്രാ 2-3 സാധനങ്ങളുണ്ടാവും. മറ്റുള്ളവർക്ക് കൊടുക്കണേക്കാളും കൂടുതൽ റൈസ് ഉണ്ടാവും, മസാല ഉണ്ടാവും. എൻ്റെ അളവ് എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നത് ഇഷ്ടമൊന്നും പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്കൊരു കുടുംബം പോലെ നമ്മളൊക്കെ ഒരു കുടുംബം എന്ന് പറയാൻ പറ്റില്ല. പടച്ചോ എന്നൊക്കെ പറയില്ലേ, കുടുംബത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിളിച്ചാൽ പടച്ചോൻ വരും, അത് കഴിഞ്ഞാൽ ഗീവർ സുണ്യാളം വരും, അത് കഴിഞ്ഞാൽ കാളി വരും. ഈ 3 പേരും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരെന്തൊക്കെ ചെയ്താലും ശരി എനിക്കൊരു പേടിയില്ല. കാരണം എന്നെ കാക്കണ ഈ 3 പേരാണ്. ഞാൻ ജാതിയോ മതമോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം എടപ്പള്ളി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെല്ലാറില്ല. മാർച്ച് 29 ഞാൻ ചെല്ലുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, എന്നെ അറിയാവുന്നവരുണ്ട്. എല്ലാം കഴിഞ്ഞാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും അത് കാളിക്കൊടുത്തേക്ക്. ഞാൻ പറയും എനിക്ക് ഇത്രയും സാധനം മതി, ബാക്കി ആരെങ്കിലും അവർ കൊടുക്കുകയും ചെയ്യും. കൊടുത്തിട്ടേ മോളെ എനിക്ക് കൊടുത്തു എന്ന് പറയും. കാരണം എന്താണെന്നറിയോ, അതൊരു ദൈവത്തിൻ്റെ കരുണയുള്ള സ്നേഹം എന്നൊക്കെ പറയില്ലേ. അതായത് ദൈവം പല മനുഷ്യരിലും പല രൂപത്തിലും വരും. തീർച്ചയായും അതെനിക്ക് ചുറ്റുമുണ്ട്. ഞാനതിനെ ഒന്നിനും ഭയക്കണില്ല. ചെകുത്താൻ്റെ രൂപത്തിലാണെങ്കിലും ദൈവം എൻ്റെ മുമ്പിൽ ആരെങ്കിലും വിട്ടുതരും. അപ്പം അതുകൊണ്ട് തന്നെ വിധി അല്ലെങ്കിൽ കർമ്മ, ഞാൻ ചെയ്ത കർമ്മമാണ് എനിക്ക്. നമ്മൾ ചെയ്ത കർമ്മം എന്നല്ല, നമ്മൾക്ക് എന്തൊക്കെയോ ചെറുപ്പത്തിൽ നമ്മൾ പറയാം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ നാളെ നമുക്കൊരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഇത് മാറി നല്ലൊരു സന്തോഷത്തിൽ കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടെന്ന് പറയും. നമ്മളത് സ്ഥിരം ചെയ്ത് ഈ കയറിയിട്ട് ഒരു ഇറക്കത്തിലേക്ക് വരുന്നില്ലല്ലോ. അപ്പം ചില സിനിമയിലൊക്കെ തമാശ പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശീലമായിക്കോളും എന്നുള്ളൊരിതുണ്ടല്ലോ. ഇപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ ഇത് പറഞ്ഞു, ചേച്ചിയുടെ 30ാമത്തെ വയസ്സിലാണ് ചേച്ചി അറിയുന്നത്. ഈ 18ാമത്തെ വയസ്സിൽ കല്യാണം നടത്തിയെന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രേമിച്ച് കെട്ടിയതാണോ, വീട്ടുകാർ കെട്ടിയത്? അല്ല, ഈ 15 വയസ്സിൽ ഞാൻ ഉണ്ടാക്കിയൊരു ചീത്തപ്പേരുണ്ടല്ലോ, ഒരാളെ വെട്ടിയ കേസ്. ചേച്ചി ഒരാളെ വെട്ടിയോ? എന്നെ ഉപദ്രവിച്ച ഒരാളെ ഞാൻ വെട്ടി. എന്നെ ഉപദ്രവിച്ച ആളെയല്ല, എന്നെ ഉപദ്രവിച്ചിട്ട് ഇനിയും ആൾക്കാരെ ഇവരുടെ കൂടെയുള്ള കൂട്ടുകാരെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒരു നാട് മൊത്തം സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് അവിടുത്തെ മെയിൻ ആൾക്കാരാണ്. എവിടെ? വൈപ്പിങ്കരയിൽ. അപ്പോൾ ആ ഫാമിലിപ്പെട്ട ഒരാൾ, അടുത്ത ആൾ, അതായത് ഇവൻ്റെ കൂടെ നീ കിടന്നെങ്കിൽ ഇവൻ്റെ കൂടെ വന്നം. ഒന്ന് ആലോചിച്ച് വെക്കാം, 12 വയസ്സുള്ള പെൺകൊച്ചിനെ 15 വയസ്സ് വരെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുക. സഹി കെട്ടപ്പോൾ ചോദിക്കാനും പറയാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ എന്നാൽ പിന്നെ എനിക്ക് വേണ്ടി തന്നെ ഞാൻ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഒരു ബ്ലേഡ് മേടിച്ചു. അച്ഛൻ്റെ ഷേവ് ചെയ്യാൻ ബ്ലേഡും സിഗരറ്റൊക്കെ വാങ്ങണം ഞാനാണ്. അവിടെ അതിൻ്റെ സ്മെല്ലെനിക്ക്, ഞാനിപ്പോഴും വലിക്കാൻ എന്താണെന്നറിയോ, ഞാൻ ചെറുതിലെ മുതൽ സിഗരറ്റിൻ്റെ മണം എനിക്കിഷ്ടമല്ല. ഞാൻ അതിൻ്റെ മരുന്നെടുത്ത് നാവിൽ വെച്ച് നോക്കിയിട്ടുണ്ട്, എന്താണ് ഈ പോക്കാണെന്ന് ഓർത്തിട്ട് നാവിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല, ഒരു അറപ്പോലെ, ഒരു ശ്വാസം മുട്ട പോലെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ അന്നത്തെ കാലം ഒരു ബ്ലേഡ് കിട്ടും, ആ ബ്ലേഡ് വാങ്ങിയിട്ട് വിരലിടെ വെച്ച് വെട്ടി. അതായത് എന്നെ ചന്തിക്കേറി പിടിക്കുമ്പോൾ അവൻ പറഞ്ഞ ഡയലോഗ്, ഈ 15 പേര് വരുന്ന ആൾക്കാർ ഇത്ര എണ്ണ പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക എത്ര ബ്ലേഡ് എടുത്തിട്ട് എത്ര പേരെ വെട്ടേണ്ടി വരും എന്നുള്ളത് ആൾക്കാരെ എണ്ണിക്കൊണ്ടാണ് ഞാൻ വന്നെ, ആരൊക്കെയാണ് കൂടെ ഉള്ളത് എന്നുള്ളത്. ഇത് ചുമ്മാ ചെയ്തതാണോ അതോ ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഇഷ്ടമാണെന്നല്ല. ആദ്യം ഇടവഴി കൂടെ പോകുമ്പോൾ നമ്മുടെ അയൽവാസി ഉണ്ടോർണം, അയാൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വന്ന ആളാണ്. എൻ്റെ മോളൊന്ന് ഒഴിവാക്കാമോ, മക്കൾ മാറിക്കോ. എന്നെ ഉപദ്രവിച്ച ആൾ എൻ്റെ അയൽവാസിയും അയാളുടെ ചേട്ടനുമാണ്.
ചേട്ടൻ കാവൽ നിന്നു. ഇവൻ എന്ത് ചെയ്തു? ചേച്ചി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? റേപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വയസ്സിലോ? അത് കഴിഞ്ഞ് ഇവൻ ഇത് സ്പ്രെഡാക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും എന്നെ പറഞ്ഞിരുന്നു വെച്ചത് വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കില്ല, വീട്ടിലെന്തായിരുന്നാലും പുറത്തെന്തിനും ഇറങ്ങി നടക്കണേ. എനിക്ക് വീട്ടിലിരിക്കാൻ ഭയമാണ്. ആരോട് പറയും ഞാൻ? എൻ്റെ എന്തിന് ഈ പ്രായത്തോട് ഞാനത് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. അവൻ പാവം പയ്യനായിരുന്നു, അമ്മയില്ലാത്ത പയ്യനായിരുന്നു. അവൻ മാന്യനാണ്. അവൻ്റെ ഭാര്യ ടീച്ചറാണ് ഇപ്പോൾ അംഗനവാടിയിൽ. അവൻ്റെ ചേട്ടൻ, അവൻ്റെ റെക്കോർഡിങ് എന്താ പറയുക, എൻ്റെ ഭർത്താവ് എന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ 10ാമത്തെ വയസ്സിൽ എന്നെ എങ്ങനെ യൂസ് ചെയ്തു ഒന്ന് ആലോചിക്കുക. അപ്പം ഞാൻ ആ നാട്ടിൽ ചെന്നിട്ടുള്ളൂ, 12ാമത്തെ വയസ്സിലല്ല എന്നെ ഉപദ്രവിക്കണേ. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് ചെന്ന് എന്നെ പറഞ്ഞവനുണ്ട്. അവൻ എന്താണ് നിയമം കൊടുത്തിട്ടുള്ളത്? എൻ്റെ തെളിവുണ്ട് എൻ്റെ ഫോണിൽ, ഞാനത് പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് പെൺകുട്ടിക്കാണ് സേഫ്റ്റി ഉള്ളത്? സ്വന്തക്കാരായിരുന്നോ ബന്ധുക്കാരായിരുന്നോ? ഏതാണ് സ്വന്തം ബന്ധം? എന്നിട്ട് അവൻ ചെന്ന് മറ്റുള്ളവരുടെ അടുത്ത് വീമ്പിളക്കി പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് വന്ന കീടങ്ങളെ ഞാൻ വെട്ടി. ഇനി എൻ്റെ ദേഹത്ത് ഒരുത്തൻ തൊടരുത് എൻ്റെ അനുവാദത്തിനായിട്ട്. എന്നെ തൊട്ട അവൻ ഭയം തന്നെ. ആ വെട്ടാണ് ഞാൻ ആ 6 അടി പൊക്കളം മനുഷ്യൻ്റെ കൊടുത്തേ. പിന്നെ ദേഹത്തും വരഞ്ഞോ ബ്ലേഡ് വെച്ചിട്ട്? അതിനു മുമ്പ് 2 പേരെ കോമ്പസ് വെച്ച് കുത്തി. അതായത് ഈ പറഞ്ഞ പയ്യന് 15 വയസ്സുള്ളൂ. ഈ 15 വയസ്സുള്ള പയ്യൻ ചെന്നിട്ട് ചേട്ടന്മാരോട് ചെന്ന് പറയുമ്പോൾ ഹരമൂത്ത് ചേട്ടന്മാരിൽ 2 പേര് എന്നെ പൊക്കെടുത്തുകൊണ്ട് പോയി ജിമ്മിൻ്റെ അകത്ത്. ആ ജിമ്മിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കോമ്പസ് വെച്ചിട്ട് കുത്തണേ. കാരണം ഞാൻ അന്ന് മുതലേ ഓരോ ഓർണമെൻറ്റ്സ് ആക്കാൻ തുടങ്ങി, ഓരോ ആയുധങ്ങൾ, കുപ്പിവള, എന്താ പറയുക, കോമ്പസ്. തനിച്ച് നടക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിലുണ്ടാവുന്നതാണ് കോമ്പസ്, തെറ്റാലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്കത് ആയുധം ഓർമ്മ, എൻ്റെ സ്വയം രക്ഷയ്ക്കുള്ള ആയുധം. അച്ഛനോടും പറയാനില്ല, ആരോട് പറയും? കഞ്ചാവ് അടിച്ചിറങ്ങണ അച്ഛനോടോ? ഇപ്പം മഹാനാണ്, പക്ഷെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞ ആൾ കുറേ പേരെടുത്ത് ചോദിക്കാം ഈ പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന്. പലപ്പോഴും ഞാൻ അലക്കണതുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പുതിയാണത്. എനിക്ക് കുഞ്ഞിനെ മുതൽ കഞ്ചാവ് ഏതെന്നറിയാം. മദ്യപിക്കാറുമുണ്ട്. എൻ്റെ വയസ്സറിഞ്ഞ ദിവസം മുല്ലപ്പൂവും ഒക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ അച്ഛൻ തോട്ടിലാണ് കിടന്ന് വെച്ചത്. അതുകൊണ്ട് കുടിക്കില്ല എന്നൊന്നും നാട്ടുകാർ പറയല്ലേ. പിന്നെ കുറേ പേര് പറഞ്ഞു നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ പറഞ്ഞ് സ്പ്രെഡാക്കിയ കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. എനിക്ക് എത്ര വയസ്സാണെന്ന് നിങ്ങൾക്കറിയാം. എന്നെ ഇങ്ങനെ യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ നടുക്കിരുന്ന് ഇവൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോടാ, 10 വയസ്സുള്ളൊരു കൊച്ചിനെ ഉപദ്രവിച്ച് യൂസ് ചെയ്ത കഥയാണ് നീ പറയണേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് നിങ്ങളത് ജോയിൻ ചെയ്തില്ല? നിങ്ങളത് സ്പ്രെഡാക്കി. അവൻ പറഞ്ഞിരുന്ന കാര്യം വേറെ 10 പേരെടുത്തെന്ന് പറഞ്ഞു. ഈ 10 പേര് 20 പേരെടുത്തെന്ന് പറഞ്ഞു. ഒരു മുത്തുച്ചിപ്പി കഥ അല്ലേ? നിങ്ങളെന്തുകൊണ്ട് ചോദിച്ചില്ല? ഇന്ന ആളുടെ മകളല്ലടാ അത്, ആ കൊച്ചിനെന്തിനാണ് ഉപദ്രവിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് മുരിക്കുമ്പാട് ജംഗ്ഷനിൽ വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ നടന്നു വെച്ച ആളോടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. തിരിച്ച് ചോദിക്കും. പിന്നെ ഈ പേരും പറഞ്ഞിട്ട് എന്നെ ഉപദ്രവിച്ച പിന്നീട് വന്നിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഞാൻ എവിടെയാണ് നീതി ചോദിച്ചു അല്ലേ? പോലീസ് സ്റ്റേഷനിലോ ചെന്നിട്ടുണ്ട്. എന്നെ ചോദ്യം ചെയ്ത പോലീസുകാരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഭയമായിരുന്നു, മസ്തിയിലായിരുന്നു, യൂണിഫോമില്ല. അയാൾ വരുന്ന അയാളോട് ഇപ്പം ഞാൻ ചോദിക്കുന്നു, അയാൾ ചത്തോ ജീവനോടുണ്ടോ കിടപ്പാണോ എന്ന് അറിയാൻ പാടില്ല. ദൈവം തല അയാളെ വെറുതെ ഇട്ടിട്ടുണ്ടാവില്ല. സാർ, നിങ്ങളുടെ 15 വയസ്സുള്ള മകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരുത്തൻ്റെ ബ്ലേഡ് വെച്ച് ആ പെങ്കൊച്ച് എന്നെ 15 പേരെ എങ്ങനെയാണ് പീഡിപ്പിച്ചേ, എത്ര പേര് എവിടെയൊക്കെ തൊട്ടു എന്ന് ആ പെങ്കൊച്ചിൻ്റെ ദേഹത്തൊട്ടാണോ ഒരാൾ ചോദ്യം ചെയ്യാൻ? അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് പോലീസ് ഓഫീസർ ആ നിങ്ങളുടെ പേരക്കുട്ടിയോട് ചോദിക്കുക. കാരണം അത്രയും പേരക്കുട്ടിയായിട്ടുണ്ടാവും. ആ പേരക്കുട്ടിയോട് മാറി തൊട്ടിട്ടാണ് ആ പോലീസുകാരൻ ചോദിക്കാമെങ്കിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ റിട്ടയർഡ് ആയിട്ടുള്ള താങ്കളോട് ഞാൻ ചോദിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഇതെനിക്ക് ചോദിക്കാനുള്ളൂ.
ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ പാരൻസ് ഇല്ലാത്ത സമയത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം പോലീസ് ഉദ്യോഗസ്ഥരോട്. ആ 15 വയസ്സുള്ള പെൺകൊച്ച് ഈ 39 വയസ്സിൽ ചോദിക്കും, നിങ്ങൾ എൻ്റെ ദേഹത്തോട്ടിട്ട് ഇവിടെയൊക്കെ പിടിച്ചോ, ഇപ്പോഴും ഇവിടെയൊക്കെ വേദനയുണ്ടോ, വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്തയ്ക്ക് ഉറക്കാത്ത തന്നോട് ചോദിക്കാനുള്ള ഇപ്പോഴത്തെ ചോദ്യം, തൻ്റെ പേരക്കുട്ടിക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാവണമെങ്കിൽ താൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തൻ്റെ പേരക്കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ താൻ തൻ്റെ പേരക്കുട്ടിയോട് താൻ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യണേ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമല്ലേ. പിന്നെ എയർ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അന്ന് അയാൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ഈ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ഞാൻ ഇന്ന ആൾ എൻ്റെ വീട്ടിൽ വന്നെന്ന് പറയുന്നത് പബ്ലിക്കിൽ പോസ്റ്റ് ഇട്ടതിന് എനിക്കെതിരെ കേസ് നടപടിയായിട്ട് ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അയാളുടെ ഭാര്യ പറഞ്ഞത് എൻ്റെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടില്ലാന്ന്. അന്ന് പബ്ലിക്കായിട്ട് ഞാൻ ചോദിച്ചത്, കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ ഭർത്താവ് നിൻ്റെ കൂടെ തന്നെയായിരുന്നു? എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുണ്ടായ സംഭവങ്ങൾ അതൊക്കെ ഇതന്നെയല്ലേ എല്ലാ പെൺകുട്ടികളൊക്കെ ഉണ്ടാവണേ. 15 പേര് നിന്നെ യൂസ് ചെയ്തു, എന്നാൽ പിന്നെ ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചു പൈസ ആയിട്ട് വന്ന ആളുണ്ട്, ചോക്ലേറ്റ് ആയിട്ട് വന്ന ആളുണ്ട്, പോളോ ആയിട്ട് വന്ന ആളുണ്ട്. അന്ന് ഭാഷയ്ക്ക് പോളോ തിന്നാൻ തുടങ്ങി, നാവലത്തൊലി പോകുന്നവരെ ഗ്രാമ്പൂ ഒക്കെ തിന്നാൻ ഡിപ്രഷൻ. അന്ന് എനിക്ക് ഡിപ്രഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ഒരു ഇറിറ്റേഷൻ മറ്റുള്ള മുമ്പിൽ ചെല്ലുമ്പോൾ ഉള്ള വേദനയൊക്കെ തീർക്കണം. അങ്ങനെയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ചേച്ചി ഒരുത്തനെ മാത്രമല്ലേ വെട്ടിയിട്ടുള്ളൂ? അത് കേസായി. എവിടെ കേസാവാൻ? ആര് കേസാക്കും? അപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന പിന്നെ എങ്ങനെയാണ് കല്യാണത്തിലേക്ക് വന്നത്? നാട് മുഴുവൻ സ്പ്രെഡായില്ലേ. ഞാൻ വേശ്യായിരുന്നു. അപ്പോൾ 15 പേരുടെ ഒപ്പം ഞാൻ ജിമ്മിൽ പോയി കിടന്നതാ. അങ്ങനെയായിരുന്നു സ്പ്രെഡായ. ജിമ്മിൽ വെച്ചിട്ടായിരുന്നു ഇവരെങ്ങനെ ചെയ്തേ? എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. അതിനും മുന്നേ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അത്രയും നേരം രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാരും അല്ല, കോമ്പസ് വെച്ച് കുത്തിയത് 12ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം ഓരോരുത്തർ ഇങ്ങനെ മാറി അതായത് ഈ 10ാമത്തെ വയസ്സിൽ ഈ സംഭവത്തിന് ശേഷം ഈ ആൾക്കാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. എണ്ണം കൂടിക്കൊണ്ടിരുന്നു വെച്ച്, എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു വെച്ച്. ഇവർ ആൾക്കാരുടെ മുമ്പിൽ മാനായിരിക്കും, പക്ഷെ എൻ്റെ മുമ്പിൽ ഇവന്മാർ ലോകത്തേക്ക് കണ്ട ഏറ്റവും വലിയ ചിത്തകളാണ്. ഈ കോമ്പസ് കുത്തിയതിന് ശേഷമാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ മകൻ ഗ്യാങ്ങും എന്നെ തേടി തന്നെ അവരുടെ കയ്യിൽ നിന്ന് സ്റ്റിപ്പിംഗ് റോപ്പ് വെച്ച് തല്ലി രക്ഷപ്പെട്ടിട്ട് അയാൾക്ക് ആ തല്ല് കിട്ടിയതിൻ്റെ ദേഷ്യമാണ് പിന്നീട് റോട്ടിൽ വെച്ച് എൻ്റെ ചന്തയ്ക്ക് കയറി പിടിക്കണേ. ആൾക്കാരുടെ എണ്ണം കൂടി 5-15 ആ ബ്ലേഡ് കൊണ്ട് വെട്ടിയതിന് ശേഷമാണ്. കാരണം അത്രയും പബ്ലിക്കിൽ റോട്ടിൽ വെച്ചിട്ട് ഒരുത്തൻ്റെ കൈക്കിട്ട് വെട്ടണേ. അവൻ്റെ ഞരമ്പ് കട്ടായിപ്പോയി. ഞാൻ നോക്കുമ്പോൾ വെള്ളപ്പാടേ ഉള്ളൂ. രണ്ടാമത് വെട്ടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ ചോര ചീറ്റി. ചോര ചീറ്റണപ്പോൾ സമാധാനം മുറിഞ്ഞു. ഇല്ലെങ്കിൽ ബ്ലേഡിന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതിനെ കടയിൽ പോയിട്ട് മുറിച്ചില്ലാത്ത ബ്ലേഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ ജിമ്മിൻ്റെ ഇവന്മാരുടെ ചേട്ടനുണ്ടല്ലോ ഒരെണ്ണം, അയാളുടെ കയ്യിൽ ആ ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ്, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വെട്ടുമ്പോൾ പുത്തൻ ബ്ലേഡ് വേറെ മേടിച്ചോളാം, ഇപ്പോൾ ആദ്യ ബ്ലേഡ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ കയറുന്ന ഇടവഴിയിൽ, അതായത് ആ ഇടവഴി കയറി ആ പെൺപിള്ളേരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകും, ആ ഇടവഴി കൂടെ വരരുത് എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ആ ഇടവഴി കൂടെ തന്നെയാണ് നടന്നു പോയത്. പക്ഷേ ആ ഇടവഴിയുടെ അറ്റത്ത് ഇവരുടെ വീട്ടിലെ ബന്ധുക്കളുടെ വീട് തന്നെ ആ ഇടവഴിയിലത് ഒരാൾ കാത്തിരുന്നു. അത് ഇവിടെ തന്നെ ഉണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, നീ വെട്ടിയാളുടെ നേരം പൊറിഞ്ഞു പോയി, ആൾ പടിയാവും തോന്നുന്നു. അപ്പം എനിക്ക് പേടിയായി. ഞാൻ ഒരാളെ കൊന്നോ? 15 വയസ്സല്ലേ ഉള്ളൂ. അയ്യോ, പിന്നെ വിളിക്കണമല്ലോ പോയി. സിനിമയിലൊക്കെ അതല്ലേ. ഞാൻ പോയി വിളിച്ചത് കട്ടിൻ്റെ ഇടയില്ല. അപ്പോഴേക്കും പുറത്തൊക്കെ കുറേ ആൾക്കാർ വന്നു. ഞങ്ങളുടെ അയൽവക്കത്തുകാരറിഞ്ഞു. എന്നെ വെട്ടാൻ വേണ്ടി കുറേ പേര് വന്നു. എൻ്റെ അനിയനെ വെട്ടിയല്ലേടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാടിൻ്റെ ഉള്ളിൽ കൂടി. ഇപ്പൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ എടുക്കുന്ന ചെളിയുള്ള സ്ഥലത്തിലാണെങ്കിൽ കിടക്കണേ, അതിൻ്റെ അകത്തൂടി ഒരു ഓടിയിട്ടുണ്ട് ചെളി മുറിവൊക്കെ ആയിട്ട്. അതും വെച്ചുകൊണ്ട് ഓടി തിരിച്ചവിടെ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ കടലിൽ കണ്ടുകഴിഞ്ഞപ്പോൾ തിരിച്ച് പേടിച്ചിട്ട് റിട്ടേൺ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ചോടി. അത് കഴിഞ്ഞ് കയറുന്ന സ്ഥലമാണ് ശ്മശാനം, മതിലാടി. കാരണം ഓരോ സ്ഥലത്ത് ഇവരുണ്ട്. ഇതിലാരൊക്കെയാണ് ഇവരുടെ ഗ്യാങ് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഓരോ സ്ഥലത്തും കയറി എല്ലായിടത്തും ഓരോരുത്തർ ആൾക്കാർ ഒന്നും നോക്കില്ല. ഞാൻ മതിൽ ചാടി അതിൻ്റെ അകത്ത് കയറി ഞാനവിടെ കിടന്ന് തുടങ്ങിപ്പോയി. കാരണം ഇത്ര ഓട്ടോടിയതല്ലേ. പിന്നെ പേടി, എന്തോ സംഭവിച്ചു, എന്താണെന്നറിയില്ല.
ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ നല്ല ഇരുട്ട്. ആ ഇരുട്ടത്ത് എന്താ പറയുക, എനിക്ക് ഡാൻസ് ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരൊറ്റ ഡാൻസാണ്. ഈ മതിൽ റിട്ടേൺ ചാടി വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ റോട്ടിൽ ഇപ്പുറത്തുനിന്നും ഈ അകത്തുനിന്നുള്ള വഴിയിൽ നിന്ന് രണ്ടിടത്തുനിന്ന് ഈ 2 ഗ്യാങ്ങും വരുക. ഞാൻ ബ്ലേഡ് വെച്ച് വെട്ടണവനില്ലേ, അവൻ്റെ കൂടെ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നില്ലേ, അവന്മാരും ഓപ്പോസിറ്റ് തന്നെ, എന്നെ തപ്പി കിടക്കണവന്മാരും ഓപ്പോസിറ്റ് തന്നെ. ഈ 2 ഗ്യാങ്ങിൻ്റെ നടുക്ക് ഒരു വണ്ണുള്ള ഒരുത്തനുണ്ട്. എന്നൊക്കെ എന്നെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കും ചേട്ടന്മാരാ. ഞാൻ ചേട്ടാന്ന് വിളിക്കണേ. ആ ചെറ്റയാണ് എന്നെ ചവിട്ടിക്കുട്ടിയത്. ഇടിച്ചോ? നല്ല ചവിട്ടിട്ടി. നല്ല വണ്ണമാണ്, പൊക്കം വണ്ണമുണ്ടായിട്ട്. അല്ല കിഡ്നിയും കരളൊക്കെ അടിച്ചു പോയി. അയാളുടെ കിഡ്നി വീൽ ചെയറിലും കണ്ടതിയായപ്പോൾ എന്നെ ചവിട്ടി ആളുടെ ഒരു കിഡ്നി കരളൊക്കെ പഠിച്ചു പോയി. ഒന്നും ആലോചിച്ചാൽ മതി. അതാണ് എന്നെ തല്ലാൻ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക, തിരിച്ച് നിൽക്കട്ടെ, ഏതെങ്കിലും വഴി കിട്ടിക്കോളൂന്ന്. അത് കർമ്മ. അന്ന് അയാൾ ചവിട്ടുമ്പോൾ എന്താ പറയുക, അതങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അവിടെ പോയി. ഇത് സിമ്പതിക്ക് വേണ്ടിയല്ല, അവസ്ഥയാണ് പറയണത്. എനിക്കിന്നത് സംഭവിച്ചു, എനിക്കിന്നത് വേണേ എന്ന് പറഞ്ഞ് ഞാൻ കരയല്ല ചെയ്യണേ. എനിക്ക് നിയമം വേണം. ചേച്ചി, എനിക്ക് ആ 10 വയസ്സിൻ്റെ നിയമം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ എനിക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കത് എനിക്ക് വൈരാഗ്യമാണ്. എനിക്ക് ഈ നാടിനോടുള്ളൊരു വൈരാഗ്യം, ഈ സമൂഹത്തിനോടുള്ള വൈരാഗ്യം, ദേഷ്യ. നീയൊക്കെ ഞാൻ എന്ത് ചെയ്താലും നീയൊക്കെ എന്തിട്ട് കോപ്പ് കാണിക്കാനാണ്. ശരിയാണ് ചേച്ചി. ഇപ്പം ചേച്ചി ഒരു 10 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. എനിക്കറിയില്ല ചേച്ചി ഇതൊക്കെ നേരത്തെ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും പുറത്ത് വിട്ടിട്ടില്ല പലതും. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കാണ് ഇപ്പോഴും ട്രോമ മാറാത്തത്. അതും കഴിഞ്ഞ് ഇപ്പം ചേച്ചി ട്രോമ മാറണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുമ്പോട്ട് വരണം. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ പുഴുങ്ങി വെച്ചിട്ട് പുണ്ണായി മാറണേക്കാട്ടും നല്ലത്. പുണ്ണാണ് ഇപ്പോൾ എത്ര തുറന്നു പറഞ്ഞാലും ആ പുണ്ണ് ഉണങ്ങില്ല. അത് ഉറക്കില്ലാത്ത രാത്രിയാണ്. എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ഇത്രയും വർഷത്തോട് നീ മര്യാദക്കൊന്നും ഉറങ്ങാത്ത. ഞാൻ പറയും, ഞാൻ ഉറങ്ങിയാൽ ഞാൻ സുന്ദരിയായി പോകില്ലേ. എനിക്കൊരുപാട് സുന്ദരിയാവണ്ട. എനിക്കിതാണ് ഇഷ്ടം, കാളിയുടെ രൂപം. കാളിക്ക് സൗന്ദര്യത്തിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവളുടെ കർമ്മം എന്നുള്ളതാണ്, കടമ ചെയ്യുക. അപ്പോൾ പിന്നെ കല്യാണം കഴിച്ച ആൾ എവിടെ നിന്ന് വന്നു? അത് അതിലും വലിയ ദുരന്താ. വയറ്റിലേൽ കണ്ടെയ്നർ ആക്സിഡൻറ്റ് മരിച്ചതാ ചേച്ചിമാർ. എൻ്റെ അച്ഛൻ്റെ കണ്ടെയ്നർ ഇടിച്ച് മരിച്ചതാണ്. അതായത് യൂട്ടെടുക്കുന്ന സമയത്തും വണ്ടി മറിഞ്ഞ് വാരിക്കെട്ടിക്കൊണ്ട് റോട്ടിലേക്ക് മറിഞ്ഞ് വീണ് 2 സ്ത്രീകൾ മരിച്ചു. അയൽക്കൂട്ടത്തിൻ്റെ പേപ്പർ ബാങ്കിൽ അതിൽ തലയിൽ കൂടി കയറിയ ഒരു സ്ത്രീയുണ്ട്, വയറ്റിൽ കൂടി കയറിപ്പോയ സ്ത്രീയുണ്ട്. അപ്പോൾ അതിൽ മൂത്ത ചേച്ചിയുടെ ഭർത്താവിനാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണേ. അതായത് 11 വയസ്സുള്ള ഒരു കുട്ടിക്കും എത്ര വയസ്സാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ കുട്ടിക്ക് ഇപ്പോൾ 10-25 വയസ്സായി. ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അവിടെ ചെല്ലണേ. 18 വയസ്സുള്ള വയറ്റിലേല്. എനിക്കത് വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അവരുടെ ആരുടെ ഒരു കല്യാണം. നിങ്ങൾക്കറിയാൻ പറ്റും, ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് വന്ന ഒരു പയ്യൻ, അവൻ്റെ മുതലാളി. ഞാനത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവർ മൊത്തത്തിൽ ഇങ്ങനത്തെ ഗ്യാങ്ങാണെന്ന്. പിന്നെ തോമ്പുടി പീഡന കേസിലെ പ്രതിയും കൂടിയാണ് അയാൾ. ഭർത്താവോ? അപ്പോൾ ഇത് വീട്ടുകാരിങ്ങനെ ആയതുകൊണ്ട് വേറെ കെട്ടാൻ ആരും വരില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ട് അയാൾ പറഞ്ഞത് ഞാൻ പൈസ കൊടുത്തു നിന്നെ ഇങ്ങോട്ട് കെട്ടിയാന്നു. എൻ്റെ സ്വർണ്ണമൊക്കെ അയാൾ ഊരിയെടുത്തു. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ ചെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതാ. ഞാൻ ഉപേക്ഷിച്ച് പോകുന്ന സാധനത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ അതൊരു നശിഞ്ഞടാ. ആ ശ്മശാനം പോലെ എനിക്ക് ഉപദ്രവിക്കുമായിരുന്നു. അയാൾക്ക് അയാളുടെ ആദ്യത്തെ ഭാര്യയുടെ അമ്മനായിട്ടും ബന്ധമുണ്ട്. ഞാൻ ഇറങ്ങിപ്പോരാൻ നേരത്ത് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൾക്ക് പ്രശ്നമില്ലായിരുന്നു, പിന്നെ ഇപ്പോൾ വന്ന് നിനക്ക് എന്താടി പ്രശ്നമെന്നാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളല്ല ഞാൻ വേറൊരാളാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ളതുണ്ട്. പുഴയുടെ അപ്പുറത്ത് ഒരു കാളിക്ഷേത്രമുണ്ട്. ഞാൻ അവിടെ പോയിരിക്കാറ് എപ്പോഴും. അത് ഭയങ്കര രസമാണ്. അരിപ്പ് അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ അവിടെയായിരുന്നു താമസം. ആ വീട് ഇപ്പോഴും നന്നായിട്ടില്ല. എന്നെ തല്ലുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ സാക്ഷികളായിട്ട് ഇരുന്ന സ്ത്രീയും 2 സ്ത്രീകളുണ്ട് അവിടെ. ആ വീടും ഇതുവരെ പണി തീർത്തിട്ടില്ല. അതും ഇപ്പോഴും ശാപം പിടിച്ച പോലെ അവിടെ കിടക്കുക. അന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ,
ചെയ്യുന്ന തെറ്റിന് സാക്ഷിയായ നിങ്ങൾക്ക് നിങ്ങൾ പണത്തിനോ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവർക്കൊപ്പം നിന്നെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടില്ല. ചേച്ചി കേസൊക്കെ കൊടുത്തായിരുന്നോ? തോപ്പുംപടിയിൽ ഒരു പള്ളിയുടെ അടുത്ത് കൊച്ചുകളുടെ അടുത്ത് ഒരു വക്കീലുണ്ടായില്ല. സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ. എവിടെ പോകണമെന്ന് അറിയില്ല, കേസ് കൊടുക്കുമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ, ദേ വന്നു കുറേ ചോദ്യങ്ങൾ, കുറേ ഉത്തരങ്ങൾ. അതിനിടയിൽ അടുത്ത കല്യാണം ഒരുക്കിക്കൊണ്ട് എൻ്റെ അച്ഛൻ വീണ്ടും ഒരു ലോറി ഡ്രൈവറെ കൊണ്ട് മുമ്പിലിരുത്തി. ആ സിറ്റുവേഷനിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ അച്ഛനില്ല. പിന്നെ അച്ഛനോടുള്ള വാശിക്ക് എന്താ പറയുക, ഇങ്ങനെ നടന്നു. അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്ന് മിണ്ടി. ആ മിണ്ടി തന്നെ എനിക്കിട്ട് കുറേ തല്ല് കിട്ടി. ചടപട കയറ. എൻ്റെ ഭർത്താവ്, രണ്ടാമത്തെ ഭർത്താവ്. രണ്ടാമത് ചേച്ചി കല്യാണം കഴിച്ചു? അതെ, ആ എൻ്റെ മക്കൾ. ഇത് 6 മാസമേ നീണ്ടുള്ളൂ ഈ ബന്ധം. ആദ്യത്തെ ഈ 2 കുട്ടികളമ്മ അവിടെ വെച്ച് കുക്കറൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഈ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഈ മൂല മുഴുവൻ അന്ന് ആ സമയത്ത് ഷാരി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താ വീട്. അവർക്കൊക്കെ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. ആ കുക്കർ പൊട്ടിത്തെറിച്ചപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡിലാണ് ഞാൻ രക്ഷപ്പെട്ടെ. മനഃപൂർവ്വമായിരുന്നോ? അറിയില്ല. ആ സമയത്ത് സ്ഥിരം ഞാൻ അടുക്കളയിൽ കയറും. അന്ന് അമ്പലത്തിൽ തിരുവാനിക്കുള്ള ക്ഷേത്രത്തിൽ പോകാൻ കൂടി വന്നിരിക്കുക. അന്നാണ് ആ അപകടം ഉണ്ടാവണേ. ഒരു മായമെന്ന് പറയില്ലേ, പലയിടത്തുനിന്നും രക്ഷപ്പെട്ടിട്ടുള്ള അങ്ങനെ തന്നെ, പല കാര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടുള്ളത് ഒരു വെളിച്ചം. രണ്ടാമത്തത് അച്ഛൻ വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ചാണ്? അല്ല, ഈ നാട്ടുകാർ കാരണം കിട്ടിയതാ. പിന്നെ അനാഥനാവുമ്പോൾ നമ്മളെ സ്നേഹിക്കുമെന്ന് തോന്നി. പിന്നെ ഒരു വാശി, ഈ മതം ജാതിയൊക്കെ തലക്കുടിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഒരാൾ സംസാരിച്ച് അന്യമതസ്ഥനാണ്, മുസ്ലിമാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടെന്ന് വെച്ച ആൾക്കാർ ചെന്ന് വീട്ടിൽ രണ്ടും, ഞാൻ ഏത് സിറ്റുവേഷനിലാണ് എനിക്ക് സ്വയബോധം പോലും ഇല്ലാണ്ടിരിക്കുന്ന സമയം, ഒരു ട്രോമ പോവും, ആരുമില്ല, ഇരുട്ട്, എന്താ പറയുക, ചുറ്റും ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ആങ്ങള മരിച്ചു. എൻ്റെ ആങ്ങള ആ സമയത്താണ് അവൻ എന്നോട് മര്യാദ സംസാരിക്കണ പോലും. അവൻ എന്നോട് സംസാരിച്ച് ഒരു കൊച്ചിലെ 7ാമത്തെ അനിയൻ പഠിച്ചെന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചപ്പം ആങ്ങളയുടെ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആങ്ങളെയാണ്? അതെ, ആ ആങ്ങളെ തന്നെയിട്ട്. ആങ്ങളൊക്കെ എന്നെ ഇഷ്ടമല്ലായിരുന്നു ചെറുതിലെന്ന് വെച്ചാൽ ഈ നാട്ടുകാർ തന്നെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കളറിനെ, ഞാൻ വെളുത്തത് കറുത്തത് അവൻ വെളുത്തത് എന്നൊരു ഇത് സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ കളർ ഡിഫറൻസ് കൊണ്ട് ഞങ്ങൾ രണ്ടും സഹോദരങ്ങളല്ല എന്നുള്ളൊരിതിൽ ഞങ്ങൾ രണ്ടുപേരും വളർച്ചയുണ്ടല്ലോ. കാമുവിനും കാമുകിയൊക്കെ ഒരു വർത്തമാനം പറഞ്ഞു. അതോടുകൂടി അവൻ എൻ്റെ കൂടെ നടക്കാണ്ടായി. ഞാൻ അവൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ രീതി, അങ്ങനത്തെ നാടായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ച വന്നു ചെറുതിലേ മുതൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വൈപ്പിങ്ങരോട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുക്കളെ പോലെ. എനിഷ്ടമല്ലാതായി. കളറ്, അവൻ വെളുത്തത് ഞാൻ കറുത്തത്, അത് സിറിഞ്ച് ചെയ്യണമായിരുന്നു. അത്രയും നാളില്ലാത്തൊരു വിഷാവലിൽ കുത്തിവെക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മരിക്കണ അന്ന്, അതായത് 12:30 മണി വരെ ഞാൻ അവനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുറേ കരഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ അവനെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ ഒരു വ്യക്തി ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം. എൻ്റെ കൂടപ്പുറപ്പ് എന്നെ തിരിച്ചറിഞ്ഞു. ഇനി എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോവാം എന്നുള്ള മൈൻഡിൽ നമ്മുടെ എറണാകുളത്തായിരുന്നു ജോലി എന്ന് വെച്ചാൽ എല്ലാ ഡ്രോമയും സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും, ആ ഒരു മൈൻഡാണ്. വിശ്വസിക്കും കണ്ണടച്ചെല്ലാം. പിറ്റേന്ന് രാവിലെ അറിയണത് അന്ന് 3:30 അവൻ ആക്സിഡൻ്റായി, ആൾ മരിച്ചു. ലൈഫിൽ കരയുന്ന ഒരു മൂമെൻ്റ് അത് മാത്രമാണ് ഓർക്കുമ്പോൾ. അവനുണ്ടെങ്കിൽ ഞാൻ ഇന്നൊന്നും കൂടി ശക്തിയാരാൻ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടൊരു ശത്രു തോന്നിയ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനമ്മടെ ഒന്നും കൂടി ശത്രുവായി ഞാൻ. അവൻ മരിച്ചതിൻ്റെ കാരണം ഞാനാണെന്നുള്ളത് എൻ്റെ ശാപമാണ്, എൻ്റെ പ്രാക്കാണ്. എപ്പോഴും അതും പറഞ്ഞ കുറ്റം എന്നെ മാറ്റി ആ വീട്ടിൽ നിന്നും. എനിക്കിഷ്ടമില്ലാത്തൊരു ലോകത്തേക്ക് നസ്രത്ത്, എനിക്ക് ഫോട്ടോ വെച്ച് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു ലോകമുണ്ട്. എൻ്റെ അമ്മയുടെ അനിയൻ ആങ്ങളമാർ, അവരുടെ വീട്ടിലേക്ക് എന്നെ പറിച്ചു കേട്ടു. അയാളാണെങ്കിൽ കള്ളുകൂടി എൻ്റെ കയ്യിൽ പൈസ വയ്ക്കും, തിന്നാൻ ഭക്ഷണം പോലും ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ആ സമയത്ത് ഞാനൊന്ന് കടലിൽ ചാടി. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ
സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ സംസാരിക്കണം. അതും നമ്മ കുഞ്ഞിലെ ഓടിച്ചിട്ട് തല്ലിയെടുത്തൻ. എൻ്റെ സൈക്കിൾ ചവിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അയാളെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. അപ്പോൾ അതും ഏത് ലൊക്കേഷൻ എന്ന് പറയാം, അതൊരു സിനിമ ബന്ധമുണ്ട്. നന്ദലാല നന്ദലാല ചെള്ളായിക്കടവ് അമ്പലത്തിൻ്റെ മുകളിൽ മതലിൻ്റെ മുകളിൽ ഞങ്ങളുടെ കാലുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷനിൽ സൈക്കിൾ ചവിട്ടി വെച്ചിട്ടാണ് ആ മതിൽ, വലിയ മതിൽ ഞങ്ങൾ കയറണത്. അപ്പോൾ ഈ സൈക്കിൾ ഞാൻ എല്ലാവരും കയറിയതിൻ്റെ പുറകെ ഞാൻ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവൻ വന്നിട്ട് കയറണത്. അപ്പോൾ ആ സമയത്ത് ഒന്ന് വലിച്ച് നിലത്തിട്ടുണ്ടാകണം. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് എന്നോട് ഒന്നും കൊണ്ടുവന്നത്. കാരണം എനിക്കറിയാം അവിടെ കണ്ടാണ്ട് എങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളോട് ആളെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു സത്യാവശ്യം. അപ്പോൾ ആളും ഉമ്മയും ഇതേ അവസ്ഥയിൽ മരിച്ച ഒരാളാണ്. ഭർത്താവ് വേറെ സ്ത്രീയോടൊപ്പം പോയി. അപ്പോൾ ഒരു സിമ്പതി തോന്നുമല്ലോ. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന അടുത്ത ആളെത്തി എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ നല്ല സൗഹൃദം ഓർന്നു. പക്ഷേ ഇയാളോട് സംസാരിക്കുന്നതിന് തല്ല് കിട്ടിയോടുകൂടി ഇയാളോട് കൂടുതൽ സംസാരിക്കാൻ പോയി. അപ്പോൾ തല്ല് ഇരട്ടിക്കരട്ടിയായി. പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം അച്ഛനമ്മയും വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നാണൊക്കെ ഇൻസൾട്ട് ആവുന്നുണ്ട്. അതെനിക്കൊരു ഹരമായിട്ട് തോന്നി. അപ്പോൾ കൂടുതൽ വരിക, അതെൻ്റെ ക്യാരക്ടർ.